ഹലോ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന്റെയാണ്. അപ്പൊ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ പറയുമ്പോൾ 5 സീരീസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അഞ്ച് സീരീസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റത്തെ സീരീസ് വരുന്നത് ലൈമൻ, സെക്കൻഡ് വൺ ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇങ്ങനെ 5 സീരീസ് ആണ് ഹൈഡ്രജൻ ആറ്റത്തിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കുക: ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇനി ഈ ഓരോന്നിനും N1 വാല്യൂ ഉണ്ടാവും, N2 വാല്യൂ ഉണ്ടാവും. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയാൽ വാല്യൂ ക്ലിയർ ആവും. ഇപ്പോ ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൈമൻ സീരീസ് ആണ് എന്ന് കരുതുക. ലൈമൻ സീരീസ് ആവുമ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താണ് വരിക? N=1. ഈ N=1 എന്ന് പറഞ്ഞ ലൈനിലേക്ക് നമുക്ക് എവിടെ നിന്നൊക്കെ വരാൻ പറ്റും? N=2 അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ N=3, N=4 ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? N=1ലേക്ക് ലൈൻസ് ഡ്രോ ചെയ്തിട്ട് കാണാൻ പറ്റും അല്ലെ? അപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ലൈമൻ ആണ് നമ്മുടെ സീരീസ് എന്നുണ്ടെങ്കിൽ N1 വാല്യൂ, അതായത് സ്റ്റാർട്ടിംഗ് വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതൊന്ന് വരുന്നത് എന്താണ്? N2 എന്തൊക്കെ ആവാം? 2 ആവാം, 3 ആവാം, സോ ഓൺ. അതിന് മേലോട്ടുള്ള ഏത് വേണമെങ്കിലും ആവാം. സിമിലർലി ഇപ്പൊ ബാൽമർ ആണ് സീരീസ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരും? ബാൽമർ സീരീസ് N=2 എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. അപ്പൊ അതിന്റെ ഹയർ ആയിട്ടുള്ള N=3 എന്നോ N=4 എന്നോ അതൊക്കെയാണ് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റുക? N2 വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റുക. അപ്പൊ 2 ആണ് നമ്മുടെ N1 വാല്യൂ എന്നുണ്ടെങ്കിൽ അതിന്റെ ഹയർ സ്റ്റേറ്റ് ആയിട്ടുള്ള 3ഉം 4ഉം സോ ഓൺ അതൊക്കെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? N2 വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സിമിലർലി പാഷൻ ആണെങ്കിൽ N1 വാല്യൂ 3 വരും. അപ്പൊ N2 എന്ത് വരും? 4, 5 അതിന്റെ ഹയർ വാല്യൂസ് വരും. ബ്രാക്കറ്റ് ആണെങ്കിൽ N1 വാല്യൂ ബേസ് എന്തായിരിക്കും? 4 ആയിരിക്കും. അതിന്റെ ഹയർ വാല്യൂസ് ആയ 5, 6 അതൊക്കെ ആയിരിക്കും N2 എടുക്കുക. ലാസ്റ്റ് ഫണ്ട് ആണെങ്കിൽ എന്താണ്? N1 വാല്യൂ 5 ആയിരിക്കും. N2 വാല്യൂസ് ആണ് ബാക്കിയുള്ള 6, 7 ഒക്കെ വരിക. ഇനി ഇതിന്റെ സ്പെക്ട്രൽ റീജിയൻ, ഇത് കാണപ്പെടുന്ന സ്പെക്ട്രൽ റീജിയൻ ആണ് അടുത്ത് പഠിക്കാനുള്ളത്. ലൈമൻ സീരീസ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലൈമൻ സീരീസിന്റെ സ്പെക്ട്രൽ റീജിയൻ എന്താ വരിക? അൾട്രാ വയലറ്റ് ആണ്. അപ്പൊ UV അൾട്രാ വയലറ്റ് കാണിക്കുന്ന സീരീസ് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ലൈമൻ സീരീസ് ആണ്. ലൈമൻ സീരീസിന്റെ സ്പെക്ട്രൽ റീജിയൻ ആണ് അൾട്രാ വയലറ്റ്. അടുത്തത് ബാൽമർ വരുന്നതാണ് നമ്മുടെ വിസിബിൾ സ്പെക്ട്രൽ റീജിയൻ വരുന്നത് ഏത് സീരീസിലാണ്? ബാൽമർ. അടുത്ത പാഷനിൽ വരുന്നതാണ് പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഈ 3 എണ്ണവും ഏത് റീജിയനാ കാണിക്കുക? ഇൻഫ്രാറെഡ് ആണ്. അപ്പൊ പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക. അൾട്രാ വയലറ്റ് സ്പെക്ട്രൽ റീജിയൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സീരീസാ വരിക? ലൈമൻ ആണ്. അതുപോലെ തന്നെ വിസിബിൾ ആയിട്ടുള്ള റീജിയൻ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ സീരീസ് ബാൽമർ ആണ്. ബാക്കിയുള്ള പാഷൻ ആണെങ്കിലും ബ്രാക്കറ്റ്, ഫണ്ട് ഇത് 3 പേരും എന്താ കാണിക്കുന്നത്? ഇൻഫ്രാറെഡ് ആണ് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അതിൽ ബാൽമർ സീരീസ് വിസിബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫിഗറിൽ അത് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ, വിസിബിൾ ആയിട്ടുള്ള റീജിയൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോർസ് മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം ആണ്. നോക്കിക്കേ, നമുക്കറിയാം ഇലക്ട്രോൺസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺസ് എവിടെയാ? ഏത് ആറ്റം ആണെങ്കിലും ഇലക്ട്രോൺസ് ബോർ മോഡലിൽ എങ്ങനെയാ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ബോർ മോഡലില് ഇലക്ട്രോൺസ് സർക്കുലർ പാത്തിലായിട്ടാണ് എന്ത് ചെയ്യുക? ഒക്യുപ്പൈ ചെയ്യുക. ഈ ഒരു സർക്കുലർ പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്നൊക്കെ പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പോ ഇലക്ട്രോൺസ് ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ആദ്യം തന്നെ സെന്ററിൽ എന്തുണ്ടായിരിക്കും? ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ ന്യൂക്ലിയസിന് അറൌണ്ട് ആയിട്ട് സർക്കുലർ പാത്തിലാണ് ആരുണ്ടാവുക? ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുക. അപ്പോ electrons എന്ത് ചെയ്യും? മൂവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സ്ഡ് റേഡിയസ് ആൻഡ് എനർജി. ദീസ് പാർട്സ് ആർ കോൾഡ് ഓർബിറ്റ്. ഓർബിറ്റുകളെ തന്നെയാണ് നമ്മൾ എന്തെന്നും പറഞ്ഞിരുന്നത്? ഷെൽസ് എന്ന് പഠിച്ചിരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഈ ഇലക്ട്രോൺസിന്റെ എനർജി എന്ത് ചെയ്യില്ല? ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യില്ല.
പക്ഷെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സ്റ്റേറ്റ് ആയിട്ട്, സ്റ്റേഷനറി സ്റ്റേറ്റ് നമ്മൾ രണ്ടെണ്ണമായിട്ട് കൺസിഡർ ചെയ്യാണ്. ഇപ്പൊ ലോവർ ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി സ്റ്റേറ്റും ഉണ്ട്, അതിന്റെ ഹയർ ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോ ഈ ലോവർ ആയിട്ടുള്ള സ്റ്റേഷനറി സ്റ്റേറ്റിൽ ഇലക്ട്രോൺസിന് എങ്ങോട്ട് മൂവ് ചെയ്യണം എന്ന് കരുതുക? ഹയർ സ്റ്റേറ്റിലേക്ക്, ഹയർ സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? എനർജി അബ്സോർബ് ചെയ്യണം. അപ്പൊ ലോവർ സ്റ്റേഷനറി സ്റ്റേറ്റിൽ ഹയർ സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ ഒരു കേസിൽ എന്താ നടക്കേണ്ടത്? എനർജി അബ്സോർബ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി തിരിച്ചാലോചിക്കുക. എനിക്കിപ്പോ മൂവ് ചെയ്യേണ്ടത് ഹയർ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് ലോവർ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്കാണ് കരുതുക. തിരിച്ച് ഹയർ ആയിട്ടുള്ള സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിന്ന് ലോവർ ആയിട്ടുള്ള സ്റ്റേഷനറി സ്റ്റേറ്റിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? എനർജീനെ എമിറ്റ് ആണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? ലോവർ ടു ഹയറിലേക്കാണ് മൂവ്മെന്റ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എനർജീനെ അബ്സോർബ് ചെയ്യും. തിരിച്ച് ഹയർ ടു ലോവറിലേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനർജീനെ എന്താ ചെയ്യുക? എമിറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അല്ലാതെ ടൈമിനനുസരിച്ചിട്ട് ഈ ഇലക്ട്രോൺസിന്റെ എനർജിക്ക് എന്ത് വരുന്നില്ല? ചേഞ്ച് നടക്കുന്നില്ല. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഹൗവർ, ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം എ lower stationary state to a higher stationary state when required amount of energy is absorbed. ആവശ്യമുള്ള required amount of energy absorb ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? ലോവർ ആയിട്ടുള്ള സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിന്ന് ഹയർ ആയിട്ടുള്ള സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? എനർജി എന്താ ചെയ്യുക? എമിറ്റ് ചെയ്യാണ് ചെയ്യുക. when electrons move from ഹയർ സ്റ്റേഷനറി സ്റ്റേറ്റ് ടു ലോവർ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഹയർ ആയിട്ടുള്ളതെന്ന് ലോവറിലേക്ക് വരുമ്പോൾ എനർജി എന്തും ചെയ്യും? എമിറ്റും ചെയ്യും. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല? ടൈമിനനുസരിച്ചിട്ട് ഇലക്ട്രോണിന്റെ എനർജിക്ക് എന്ത് നടക്കുന്നില്ല? ഓർബിറ്റില് ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. ക്ലിയർ അല്ലേ നമ്മുടെ പോയിന്റ്? ഓക്കെ, അടുത്ത് പഠിക്കാനുള്ളത് frequency of radiation absorbed or emitted when transition occurs between two stationary states. നമ്മൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസിഷൻ നടക്കുകയെന്ന് കരുതാന്ന്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഫ്രീക്വൻസി, അവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. ഡെൽറ്റ ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? എനർജിയിൽ വരുന്ന ചേഞ്ചിനെ, അവിടെ ഉണ്ടാവുന്ന എനർജിയിലെ ചേഞ്ചിനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. അപ്പോ ഡെൽറ്റ ഇ ചേഞ്ച് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? E2 മൈനസ് E1, E2 മൈനസ് E1 എന്നാണ് എടുക്കുന്നത്. അപ്പോ അതിൽ ഹയർ ആയിട്ടുള്ള വാല്യൂ, ഹയർ സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ എനർജിനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുക? E2 എന്ന് കൊടുക്കുക. ലോവർ വാല്യൂനെയാണ് എന്ത് കൊടുക്കുക? E1 എന്ന് കൊടുക്കുക. ഹയർ മൈനസ് ലോവർ പോലെ. നോക്കിക്കേ, E1 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ലോവർ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് ആണ്. E2 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഹയർ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റിനാണ്. അപ്പൊ E2 മൈനസ് E1 ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഡെൽറ്റ ഇ, അതായത് എനർജിയിൽ വരുന്ന ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? E1 E2 എന്തൊക്കെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ലോവർ ആൻഡ് ഹയർ അലൗഡ് എനർജി സ്റ്റേറ്റ് റെസ്പെക്റ്റീവ്ലി. ക്ലിയർ അല്ലേ? എന്നിട്ട് ബിഗർ മൈനസ് സ്മോളർ പോലെ ഹയർ വാല്യൂ ലോവർ വാല്യൂ E2 മൈനസ് E1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ എനർജി കിട്ടും. ഡിവൈഡഡ് ബൈ എച്ച്. എച്ചിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ പുട്ട് ചെയ്താൽ മതി. ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോർസ് ഫ്രീക്വൻസി റൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു എക്സ്പ്രഷന് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? എനർജിയിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ എച്ച്. എനർജിയിലെ ചേഞ്ച് കാണാൻ എന്ത് ചെയ്താൽ മതി? ഹയർ ആയിട്ടുള്ള എനർജി വാല്യൂ ലോവർ ആയിട്ടുള്ള, അതായത് E2 മൈനസ് E1 ബൈ എച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബോർസ് ഫ്രീക്വൻസി റൂൾ. ക്ലിയർ? ഓക്കെ, അടുത്ത് നോക്കാം. അതുപോലെ ആംഗുലാർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ നമ്മൾ കാണുകയാണെങ്കിൽ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കും? ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അതിന്റെ എക്സ്പ്രഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആംഗുലാർ മൊമെന്റ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? MVR അല്ലെ? അപ്പോ ഇത് ഈക്വൽ ടു NH/2π. H/2πന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഈ ആംഗുലാർ മൊമെന്റത്തിന്റെ വാല്യൂ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ എന്ത് കൊടുക്കാം? 1, 2, 3 ആൻഡ് സോ ഓൺ. ഏത് വാല്യൂ എന്നിന് പുട്ട് ചെയ്യുന്നു? അപ്പൊ H/2πന്റെ എന്നിനിപ്പോ നമ്മൾ 1 കൊടുത്താ ജസ്റ്റ് H/2π, എന്നിനിപ്പോ 2 കൊടുത്താൽ എന്താ?
2h/2π. അപ്പൊ 2 ക്യാൻസൽ ആയിട്ട് h/π. പിന്നെ 3 കൊടുക്കുകയാണെങ്കിൽ 3h/2π. അങ്ങനെ വാല്യൂസ് എന്ത് ചെയ്യും, h/2π ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റേഷനറി സ്റ്റേറ്റ് നമ്മൾ എങ്ങനെയാ നമ്പർ കൊടുക്കുക, എന്നിന്റെ വാല്യൂ 1 2 3 എന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ. ഈ ഒരു ഇന്റഗ്രൽ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് എന്നിന്റെ വാല്യൂസ് 1 2 3 ആൻഡ് സോ ഓൺ എന്ന് പറയുന്ന വാല്യൂവിനെ. ഇനി നമ്മൾ പറഞ്ഞ സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ റേഡിയായി നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്ന് കരുതുക. ഓരോ സ്റ്റേഷനറി സ്റ്റേറ്റിനും എന്താണ്, റേഡിയായി, കറസ്പോണ്ടിങ് റേഡിയായി ഉണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് പറയുന്നത്. റേഡിയായി പറയുന്നത് എന്താണ്, ആർ എൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. എന്നിന് 1ഓ 2ഓ ഏതാണോ നമ്മുടെ സ്റ്റേഷനറി സ്റ്റേറ്റ് നമ്മൾ കാണാൻ പോകുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ആർ എൻ വെച്ചിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഇക്വേഷൻ എന്താ വരിക, n² a0 എന്ന് വരും അല്ലെ. അതില് a0ന്റെ വാല്യൂ, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ പഠിച്ചു വെക്കുക, 52.9 പൈക്കോമീറ്റർ ആണ് വരുന്നത് കേട്ടോ. 52.9. അപ്പോ സപ്പോസ് നിങ്ങൾ ആലോചിക്കൂ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ ആണ് എന്ന് കരുതുക. ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റിനെയാണ് കാണുന്നതെന്ന് കരുതുക. അപ്പൊ R1 എന്ന് കൊടുക്കാതെ എനിക്ക്, അപ്പൊ എന്നിന് എന്ത് ചെയ്യാൻ കൊടുക്കണം, 1. അപ്പൊ 1² ഇൻറ്റു a0. a0ന്റെ വാല്യൂ എന്താണ്, 52.9. അപ്പൊ ആൻസർ എന്ത് തന്നെ വരും, 52.9 തന്നെ വരൂലേ. യെസ്, അതാണ് അപ്പൊ നമ്മുടെ പോയിന്റ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് തന്നെ വരും, 52.9 പൈക്കോമീറ്റർ എന്ന് വരും. ഒരു റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് കോൾഡ്, ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് നമ്മൾ പറയുന്ന പേരാണ് ബോർ ഓർബിറ്റ്. അതിന്റെ വാല്യൂ എന്ത് തന്നെയാ വരിക, 52.9. ഇനിയിപ്പോ സപ്പോസ് R2 ആയിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ അവിടെ എന്താണ്, 2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ 2² ഇൻറ്റു 52.9 അങ്ങനെ വാല്യൂ വരും. ഇതിപ്പോ ഫസ്റ്റ് ഷെല്ലാണ്, ഫസ്റ്റ് ഓർബിറ്റാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ റേഡിയ എന്ത് വരും, 52.9 പൈക്കോമീറ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നെ മനസ്സിലാവും, എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആറിന്റെ വാല്യൂ, ഇവിടെ എന്നിന്റെ വാല്യൂ 1 ഉള്ളത് 2 ആവുമ്പോ 3 ആവുമ്പോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ആറിന്റെ വാല്യൂ എന്ത് ചെയ്യും, റേഡിയയും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ഇതിന്റെ എനർജി കണ്ടുപിടിക്കാണ് കേട്ടോ. എനർജി, സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ എനർജി പറയാണ്. ഇക്വേഷൻ ഇതാണ് വരുന്നത്, എനർജി n വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേഷനറി സ്റ്റേറ്റ് പറയുന്നത്. ഈ n ആണ് എന്ന് കരുതുക. അതായത് ഇവിടെ നമ്മൾ Rn എന്ന് ഡിനോട്ട് ചെയ്തത് പോലെ ഇവിടെ എനർജിനെ ഡിനോട്ട് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് നോക്കിയിട്ട് എന്നിന്റെ വാല്യൂ കൊടുത്താൽ മതി. ഫസ്റ്റ് ആണെങ്കിൽ E1 അങ്ങനെ. അപ്പൊ ഈ n ആണ് എന്ന് കരുതുക. ഇക്വേഷൻ എന്താ വരുന്നത്, -RH. RH എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. RH-ന്റെ പേരെന്താ പറയാ, റിഡ്ബർഗ് കോൺസ്റ്റന്റ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേ, റിഡ്ബർഗ് കോൺസ്റ്റന്റ് RH. അതിന്റെ വാല്യൂ വരുന്നത് 2.18 ഇൻറ്റു 10⁻⁻18 ജൂൾ ആണ്. ഓർത്ത് വെക്കണേ, റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 2.18 ഇൻറ്റു 10⁻⁻18. ഓക്കെ, അപ്പോ മൈനസ് RH-ന്റെ വാല്യൂ കൊടുക്കുന്നു 1/n². അതായത് ഈ 1 ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്നിന് എന്ത് പുട്ട് ചെയ്യണം, 1 പുട്ട് ചെയ്യണം. അപ്പൊ 1/1². 1/1² ആണെങ്കിലുള്ള ഇക്വേഷൻ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മൾ ചെയ്യുന്നത് ഈ 1 ആണ് എന്ന് കരുതുക ഫസ്റ്റത്തത്. മൈനസ് RH-ന്റെ വാല്യൂ എന്താണ്, 2.18 ഇൻറ്റു 10⁻⁻18. ഓക്കെ, മൈനസ് RH കഴിഞ്ഞാൽ 1/n². 1/n എന്താണ്, 1 ആണ്. അപ്പൊ 1/1² എന്ന് വെച്ചാൽ 1 തന്നെ. അതായത് ഫസ്റ്റ് എനർജി, ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ എനർജിന്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെ വരും, -2.18 ഇൻറ്റു 10⁻⁻18. ഈ ഒരു വാല്യൂ തന്നെ വരും അല്ലെ. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റില് ലോവർ സ്റ്റേറ്റും ലോവസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റില് ഈ 1ന്റെ വാല്യൂ എന്ത് തന്നെ വരും, RH എന്ന് പറഞ്ഞ വാല്യൂ തന്നെ വരും. കാരണം 1/1² വാല്യൂ എന്തായിട്ട് പോകുന്നുണ്ട്, 1 ആയിട്ട് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ. ഇനിയിപ്പോ സപ്പോസ് E2 ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ, ഇക്വേഷൻ നോക്കുക. ഈ n
അതുപോലെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, E2ന്റെ ആണ്. E2 പറയുമ്പോൾ മൈനസ് RH, RH എന്ന് പറയുമ്പോൾ RH ന്റെ വാല്യൂ നമ്മൾ പുട്ട് ചെയ്യുന്നു. 1/n², 1/n². n ഇവിടെ എത്രയാണ്, ഈ n പോലെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ 1/2², അതായത് 1/4 ഇൻറ്റു ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -0.545 ഇൻറ്റു 10⁻⁻18 എന്നുള്ള വാല്യൂ കിട്ടും. അങ്ങനെ ഏതാണോ ചോദിക്കുന്നത് അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്നിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് നമ്മൾ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. അതിന് തന്നെ റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പഠിച്ചത്, n² a0 എന്നുള്ള ഇക്വേഷൻ പഠിച്ചു. a0ന്റെ വാല്യൂ വരുന്നത് 52.9 ആണ്. അപ്പൊ ഫസ്റ്റ് ഓർബിറ്റിന്റെ ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1² ചെയ്യുന്നതുകൊണ്ട് വാല്യൂ എന്ത് തന്നെ വരും, 52.9 തന്നെ വരും. അതുപോലെ തന്നെ എനർജിയുടെ കാണുമ്പോൾ ഇക്വേഷൻ എന്താ പറയുന്നത്, En -RH 1/n². ആറിന്റെ വാല്യൂ എന്താ, 2.18 ഇൻറ്റു 10⁻⁻18. അപ്പോ അതും ഫസ്റ്റത്തെ വാല്യൂ നോക്കുമ്പോൾ എന്ത് തന്നെ വരും, RH തന്നെ വാല്യൂ വരും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഹൈഡ്രജനെ പോലെ തന്നെ ഓൺലി 1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഉള്ള ബാക്കി സ്പീഷീസ്, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയൂ കേട്ടോ. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയും. ഏതൊക്കെ പറയാം ഒരു ഇലക്ട്രോൺ ഉള്ളത് എന്ന് പറയുമ്പോൾ, ഹീലിയം പ്ലസ്, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 2 ആണ് അല്ലെ. ഹീലിയം പ്ലസ് എന്ന് പറയുമ്പോൾ ഒരാളെ നമ്മൾ റിമൂവ് ചെയ്യും, അപ്പൊ എന്താ കിട്ടുക, 1 ആണ് കിട്ടുക. ലിഥിയം 2+, ലിഥിയത്തിന്റെ എന്താണ് 3 ആണ്. അപ്പൊ അതൊന്നും നമ്മൾ എന്ത് ചെയ്യും, 2 ആൾക്കാരെ റിമൂവ് ചെയ്ത് കളയും, അപ്പോഴും എന്ത് കിട്ടും, വാല്യൂ 1 തന്നെ കിട്ടും. അടുത്ത ബെറീലിയം, ബെറീലിയത്തിന്റെ 4 ആണ്. അതൊന്ന് 3 പേരെ റിമൂവ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് എന്തെന്നെ കിട്ടും, 1 തന്നെ കിട്ടും വാല്യൂ. അപ്പൊ ഇങ്ങനെ ഒരു ഓൺലി 1 ഇലക്ട്രോൺ പ്രസന്റ് ചെയ്തിട്ടുള്ള ഹൈഡ്രജന്റെ കേസിലുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഓരോരുത്തരുടെ എക്സ്പ്രഷൻ ആണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, En = RH വാല്യൂ കേട്ടോ, നിങ്ങൾ -RH എന്ന് പഠിച്ച ആ വാല്യൂ ഇവിടെ പുട്ട് ചെയ്തതാണ്. Z²/n², Z വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, Z എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ ആണ് അവിടെ കൊടുക്കേണ്ടത്. അതിപ്പോ ഹൈഡ്രജന്റെ ആണെങ്കിൽ എന്താണ്, 1 അല്ലേ. അപ്പൊ 1²/n² ചെയ്തിട്ടുണ്ടെങ്കിൽ 1/n² എന്ന് വരും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് വന്നത്, ഇക്വേഷനില് കണ്ടോ 1/n² എന്ന് വരാൻ കാരണം, ഹൈഡ്രജന്റെ കേസിൽ അറ്റോമിക് നമ്പർ എത്രയാണ്, 1 ആണ്. ക്ലിയർ? നമ്മളിപ്പോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജന് മാത്രമല്ല, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്, അതായത് ഒരു ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഹീലിയം പ്ലസ്, ലിഥിയം 2+, അങ്ങനെയുള്ളവർക്കുള്ള ഇക്വേഷൻ ആണ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ഒരു ഇലക്ട്രോണേ അവർക്കുള്ളൂ, പക്ഷെ അവരുടെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ എന്ത് കൊടുക്കണം, അതിന്റെ അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ, Z². ഈ ഒരു ഇക്വേഷനില് നമ്മൾ സെഡിന്, ഹൈഡ്രജന്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സെഡിന് വാല്യൂ 1 എന്ന് കൊടുക്കുന്നതാണ്. അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം പഠിച്ചത്, Z². സെഡിന് 1 കൊടുത്താൽ 1/n² എന്ന് ഹൈഡ്രജന് ഇക്വേഷൻ കിട്ടുന്നത്. അടുത്ത് നോക്കിക്കേ, അടുത്ത Rn കാണുമ്പോഴും നമ്മൾ എന്താ പഠിച്ചത്, 52.9, അതായത് a0 അല്ലെ. a0 n² ആണ് ഇവിടെ എന്ത് വന്നത്, n ഏതാണോ നമ്മളെ സ്റ്റേഷനറി ലെവല് അതിനനുസരിച്ച് കൊടുക്കുക, Z. ഹൈഡ്രജന്റെ കേസിൽ സെഡിന്റെ വാല്യൂ എന്താണ്, 1 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് n² a0 എന്ന് വന്നത്. ക്ലിയർ ആണോ? അതായത് ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചത്, Rn = n² a0. a0 വെച്ചാൽ 52.9, n² മാത്രം. കാരണം ഡിവൈഡഡ് ബൈ Z വാല്യൂ എത്രയാണ്, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാ വരിക. നേരെ തിരിച്ച് ഇങ്ങനെ ഹീലിയം, ബെറീലിയം ഒക്കെ അയോൺസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ Z വാല്യൂ, അവരുടെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യണം, കാണിക്കണം. അപ്പൊ ഇക്വേഷൻ പഠിച്ചിട്ട് ഹൈഡ്രജന്റെ കേസിൽ 1 ആണ് എന്ന് ആലോചിച്ചാൽ മതി. En കാണാൻ -RH Z²/n². ഓക്കെ, ഇതാണ് En ഇക്വേഷൻ. അതുപോലെ റേഡിയസ് Rn ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ത് വരും,
n സ്ക്വയർ a നോട്ട് ഡിവൈഡഡ് ബൈ z. ഇതാണ് എല്ലാ അയോൺസിന്, ഹൈഡ്രജൻ ലൈക്ക് അയോൺസിന് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ. ക്ലിയർ ആണോ? ഈ കേസില് നമ്മളിപ്പോ ഹൈഡ്രജന്റെ കേസ് പറയുമ്പോൾ അവിടെ സെഡിന്റെ വാല്യൂ എന്ത് വരും? 1 എന്ന് വരും. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോഴാണ് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടുന്നത്? En എന്ന് പറയുന്നത് -RH 1/n സ്ക്വയർ. സെഡിന്റെ വാല്യൂ 1 വന്നതുകൊണ്ട്. അതുപോലെ Rnന്റെ എക്സ്പ്രഷൻ എന്ത് വരുന്നത്? n സ്ക്വയർ a നോട്ട് എന്ന് മാത്രം വരുന്നത്. കാരണം താഴെ ഡിവൈഡഡ് ബൈ z. സെഡിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ ജനറലി പഠിച്ചിട്ട് ഓർത്താൽ മതി. സെഡിന്റെ വാല്യൂ ഹൈഡ്രജൻ 1 ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കാം. It is also possible to calculate the velocity of electron moving these orbit. ഈ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് എന്താണ് വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓർത്തിരിക്കുക, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വെലോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നമ്മൾ എന്നിന്റെ 1, 2, 3 വാല്യൂ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ആ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി കൂടുകയാണ്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്താ ചെയ്യുക? ഡിക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: What are the frequency and wavelength of a photon emitted during the transition from n equal to 5 state to n equal to 2 state in the hydrogen atom? ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസ് ആണ് അല്ലെ. അപ്പൊ ഇനീഷ്യലി ഉള്ളത് എവിടെയാണ്? 5 ആണ്. ഫൈനൽ വാല്യൂ എന്തിലാ വന്നത്? ഫ്രം n equal to 5 to n equal to 2 അല്ലേ. അപ്പൊ ഇനീഷ്യൽ ni റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇനീഷ്യൽ വാല്യൂ കേട്ടോ. അതേപോലെ nf റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? അവിടെയുള്ള ഫൈനൽ സ്റ്റേറ്റിന്. ഓക്കെ, അപ്പൊ ni 5 ആണ്, nf എന്ന് പറയുന്ന വാല്യൂ 2 ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ട്. നമ്മുടെ എനർജി കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, ഡെൽറ്റ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു RH വാല്യൂ കൊടുക്കുക. ഇക്വേഷനിൽ ശ്രദ്ധിക്കുക, ഏതാണോ വാല്യൂ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ ജമ്പ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് കൊടുക്കുക. 5 to 2 അല്ലേ, അപ്പൊ 1/5 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ. ഇതാണ് നമ്മൾ പുട്ട് ചെയ്യേണ്ട വാല്യൂ കേട്ടോ. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ, ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്കാണോ മൂവ്മെന്റ് നടക്കുന്നത് അതനുസരിച്ച് ഇനീഷ്യൽ ഫൈനൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് എന്ത് കിട്ടും? -4.58 into 10 to the power -18 കിട്ടി. ഇനിയിപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി ആണ് എന്ന് കരുതുക. ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ ഫസ്റ്റ് പഠിച്ചല്ലോ. ഫ്രീക്വൻസി കാണാൻ എന്തായിരുന്നു ചെയ്തത്? ഡെൽറ്റ ഇ ബൈ എച്ച് അല്ലെ. അതിൽ ഡെൽറ്റ ഇന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ്? 4.58 into 10 to the power -19 എന്നുള്ളത്. എച്ചിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരുന്നു? 6.626 into 10 to the power -34. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6.91 into 10⁻14 ഹെർട്സ് ആയിട്ട് ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? വേവ് ലെങ്ത് കണ്ട്, ഫ്രീക്വൻസി മാത്രമല്ല ക്വസ്റ്റ്യനിൽ എന്തും കൂടെ ചോദിച്ചിട്ടുണ്ട്, വേവ് ലെങ്തും കൂടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി കിട്ടിയവരെ ക്ലിയർ ആണോ? ഒന്നില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആയിരുന്നു ഡെൽറ്റ ഇ ബൈ എച്ച്. ഡെൽറ്റ ഇ ഫൈൻഡ് ചെയ്തു, ആ വാല്യൂടെ പുട്ട് ചെയ്ത് കൊടുത്തു, എച്ചിന്റെ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. ഇനി ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരുന്നു വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുക? ആലോചിച്ചേ. വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ പറയാ? സി ബൈ ന്യൂ, ഫ്രീക്വൻസി അല്ലെ. സി വാല്യൂ കോൺസ്റ്റന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 3 into 10⁻8 ഡിവൈഡഡ് ബൈ ഇവിടെ കിട്ടുന്ന ഫ്രീക്വൻസി, അതായത് 6.91 into 10 to the power 14. നമ്മൾ പുട്ട് ചെയ്ത് കൊടുത്ത
434 നാനോമീറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? വേവ് ലെങ്ത് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഇത്രയാണ്. ഡെൽറ്റ ഇന്റെ ഇക്വേഷൻ ആദ്യം അറിഞ്ഞിരിക്കുക. ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ സി ബൈ ഫ്രീക്വൻസി ചെയ്താൽ എന്ത് കിട്ടും? വേവ് ലെങ്ത് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Calculate the energy associated with the first orbit of helium plus He plus എന്ന് പറഞ്ഞ അയോണിന്റെ കണ്ടത്. What is the radius of the orbit? അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എനർജിയും ഫൈൻഡ് ചെയ്യണം, അതുപോലെ തന്നെ റേഡിയസും എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. നോക്കാം. എനർജി കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ. He പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. En എന്ന് പറയുന്നത് എന്താണ്? -2.18 ഇൻഡോ, അതായത് നമ്മുടെ RH ന്റെ വാല്യൂ അല്ലെ, റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൊടുക്കുക, Z²/n². അതില് n-ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഫസ്റ്റ് ഓർബിറ്റ് ആണ് അല്ലെ. അപ്പൊ n-ന്റെ വാല്യൂ എന്താ നമ്മൾ പുട്ട് ചെയ്യേണ്ടത്? 1 എന്നാണ് പുട്ട് ചെയ്യേണ്ടത്. Z, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. അപ്പൊ n = 1, Z = 2. ഈ 1 ഫസ്റ്റ് ഓർബിറ്റിന്റെ കണ്ടുപിടിക്കേണ്ടത് E1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷനിൽ ഒന്ന് പുട്ട് ചെയ്തേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. E1 ആണ് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് RH പറഞ്ഞ 2.18 × 10⁻⁻18 കൊടുത്തിട്ടുണ്ട്. Z² വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 ആണ്. അപ്പൊ എന്ത് കൊടുക്കുക? 2² കൊടുക്കുക. ഡിവൈഡഡ് ബൈ n². n പറയുമ്പോ എന്താണ്? ഫസ്റ്റ് ഓർബിറ്റ് ആണ്. n-ന്റെ വാല്യൂ 1. ഈ 1 ഈ n പോലെ 1 ആണ് n-ന്റെ വാല്യൂ പറയുന്നത്. അപ്പോ എന്താണ്? 1² എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എന്ത് കിട്ടും? -8.72 × 10⁻⁻18. ഇതാണ് എന്തിന്റെ വരിക? എനർജിയുടെ വരിക. ഇനി അടുത്ത എന്താണ്? റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? Rn ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു. Rn = 0.0529 n² ഡിവൈഡഡ് ബൈ Z എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ്? പൈക്കോമീറ്റർ നാനോമീറ്ററിന്റെ കൺവേർഷൻ ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ച വാല്യൂല് വ്യത്യാസം വന്നത്. അപ്പോ Rn പറയുമ്പോ നമ്മൾ എന്താ? R1 അല്ലേ നമ്മൾ ചെയ്യുന്നേ. അപ്പൊ R1 എന്ന് പറയുമ്പോ എന്ത് ചെയ്താൽ മതി? 0.0529 × n². n1 ആയതുകൊണ്ട് 1² ഡിവൈഡഡ് ബൈ Z. അറ്റോമിക് നമ്പർ ഓഫ് ഹീലിയം 2 ആണ്. കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും, 0.02645 നാനോമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എനർജിയുടെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ എനർജി കാണാനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ റേഡിയസ് കാണാനുള്ള ഇക്വേഷനും. ക്ലിയർ? ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ ആണ്. നമ്മൾ റൂദർഫോർഡിന്റെ ഒക്കെ പഠിച്ചപ്പോ എന്തായാലും റൂദർഫോർഡിന്റെ മോഡൽ ന്യൂക്ലിയർ മോഡലിനേക്കാൾ എന്താണ് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ബോർസ് മോഡൽ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം വാസ് നോ ഡൗട്ട് ആൻ ഇംപ്രൂവ്മെന്റ് ഓവർ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ആണ്. പക്ഷെ ഇതിന് എന്തുണ്ട്? ചില ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതില് ബോർ മോഡൽ എന്ത് ചെയ്യാൻ പറ്റി? ഇറ്റ് കുഡ് അക്കൗണ്ട് ഫോർ ദ സ്റ്റെബിലിറ്റി ആൻഡ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് അയോൺ. ഹൈഡ്രജൻ ആറ്റത്തിന്റെയും ഹൈഡ്രജൻ ലൈക്ക് അയോൺസ്, ലൈക്ക് നമ്മൾ പറഞ്ഞല്ലേ He+, ലിഥിയം 2+, ബെറീലിയം 3+, അങ്ങനെ 1 ഇലക്ട്രോൺ ഉള്ള ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ ഒക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും ഇതിന് എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ലിമിറ്റേഷൻ ഇതാണ്, ഇറ്റ് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ദ ഫൈനൽ ഡീറ്റെയിൽസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം. ഈ ഡബ്ലറ്റ് ഒക്കെ പോലുള്ള, ഡബ്ലറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് അടുത്തടുത്ത് ഇങ്ങനെ വരുമല്ലോ സ്പേസ് ലൈൻസ്, അങ്ങനെ വരുന്നതിന്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാനൊന്നും ആർക്കും പറ്റിയില്ല. ഈ ഒരു ബോർ മോഡലിന് എന്ത് ചെയ്തില്ല? പറ്റിയില്ല എന്നുള്ളത് അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. This model is also unable to explain the spectrum of atoms other than hydrogen.
ഹൈഡ്രജൻ അല്ലാതെ വേറെ അത് ആറ്റത്തിന്റെ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് പറ്റിയില്ല. ഹൈഡ്രജന്റെ അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഹൈഡ്രജൻ അല്ലാത്ത അത് ആറ്റത്തിന്റെ സ്പെക്ട്രം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ലിമിറ്റേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ലിമിറ്റേഷൻ, ബോർസ് തിയറി വാസ് ഓൾസോ അൺഏബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻസ് നടക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് പറ്റിയില്ല, ബോർ മോഡലിന് പറ്റിയില്ല. ആ ഒരു എഫക്റ്റിന്റെ പേരൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ ആ എഫക്റ്റിനെ നമ്മൾ എന്ത് പറയും, മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ ആ എഫക്റ്റിനെ, സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻസിന്റെ എഫക്റ്റിന് നമ്മൾ പറയുന്നതാണ് സീമൻ എഫക്റ്റ് കേട്ടോ, സീമൻ എഫക്റ്റ് എന്ന് പറയും. ഇനിയിപ്പോ സപ്പോസ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻസിന്റെ എഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാർക്ക് എഫക്റ്റ്. ആ പേരൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലാണെങ്കിൽ സീമൻ എഫക്റ്റും ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലാണെങ്കിൽ സ്റ്റാർക്ക് എഫക്റ്റ് എന്നും പറയും. അതുപോലെ it could not explain the ability of atoms to form molecules by chemical bonding. കെമിക്കൽ ബോണ്ടിങ് നടന്നിട്ട് ആറ്റംസ് എന്ത് ചെയ്യുക, മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുക അല്ലെ, അതിനെ പറ്റിയിട്ടൊന്നും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ഈ ഒരു മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് അതിന്റെ വേറൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ടുവാർഡ്സ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദ ആറ്റം. അപ്പോ ബോർ മോഡലിന്റെയും ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായപ്പോ നമുക്ക് എന്തിന്റെ ആവശ്യം വന്നു, ടു ഡെവലപ്പ് എ മോർ സ്യൂട്ടബിൾ ആൻഡ് ജനറൽ മോഡൽ ഫോർ ആറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ്. അപ്പോൾ രണ്ട് ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ്സ് ആണ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കന്റ്ലി ഇൻ ദ ഫോർമുലേഷൻ ഓഫ് അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ ജനറൽ മോഡലിലേക്ക് വരാൻ വേണ്ടിയിട്ട് രണ്ട് മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നടന്നിരിക്കുന്നത്. ഒന്നാമത്തത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. ഡ്യുവൽ ബിഹേവിയർ നേരത്തെ നമ്മൾ പറഞ്ഞു, രണ്ട് ബിഹേവിയർ കാണിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ രണ്ടും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടെണ്ണാണ് പുതിയൊരു ജനറൽ മോഡലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്ററും അതുപോലെ തന്നെ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ഇനി ഓരോന്നായിട്ട് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആണ്. ഡ്യുവൽ ബിഹേവിയർ, രണ്ട് ബിഹേവിയർ കാണിക്കുക അല്ലെ. അപ്പോ ഫ്രഞ്ച് ഫിസിസ്റ്റ് ആയിട്ടുള്ള ഡി ബ്രോഗ്ലി, ഇതാണ് സയന്റിസ്റ്റിന്റെ പേര് കേട്ടോ, ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ എന്നൊക്കെ പറയും നമ്മൾ ഈ പഠിക്കുന്ന ഇക്വേഷന്. In 1924 proposed that matter like radiation should also exhibit dual behavior. മാറ്ററിനെ പോലെ റേഡിയേഷനും എന്ത് കാണിക്കുന്നുണ്ട്, ഡ്യുവൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ഡ്യുവൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ രണ്ട് ബിഹേവിയർ ഏതൊക്കെയാണ്, ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടി. അപ്പൊ രണ്ട് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, പാർട്ടിക്കിൾ ലൈക്ക് നേച്ചറും അവർ കാണിക്കുന്നുണ്ട്, വേവ് ലൈക്ക് നേച്ചറും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഡ്യുവൽ ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫോട്ടോണിന്റെ കേസിൽ എന്ത് പറയും, അവർക്ക് മൊമെന്റം ഉണ്ട് ആസ് വെൽ ആസ് വേവ് ലെങ്തും ഉണ്ട് എന്ന് പറയും. മൊമെന്റും വേവ് ലെങ്തും, വേവ് ടേമും ആയിട്ടും പാർട്ടിക്കിൾ ടേം ആയിട്ടും ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇലക്ട്രോൺ ഷുഡ് ഓൾസോ ഹാവ് മൊമെന്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത്. മൊമെന്റും ഉണ്ടാവും അതുപോലെ തന്നെ വേവ് ലെങ്തും ഉണ്ടാവും നമ്മുടെ ഇലക്ട്രോണിനും. De Broglie from this analogy gave the following relation between wavelength, momentum. ഇക്വേഷൻ വരുന്ന ഇതാണ്, വേവ് ലെങ്ത് ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു, എച്ച് ബൈ എം വി. എം വി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതാണ് മൊമെന്റ് അല്ലെ. അപ്പോ എം വിനെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് പഠിച്ചാൽ മതി, എച്ച് ബൈ പി മൊമെന്റ് എന്ന് പഠിച്ചാൽ മതി. ലാംഡ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്, വേവ് ലെങ്തിനെ കേട്ടോ. വേവ് ലെങ്തിനെ. എച്ച് നിങ്ങൾക്ക് അറിയാലോ,
പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലെ 6.626 ഇൻറ്റു 10⁻⁻34 എന്ന് പഠിച്ചത്. എം എന്താണ്? മാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റിനെയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി എം വി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി കിട്ടും. പി എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? മൊമെന്റത്തിന് കേട്ടോ. അപ്പോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി അല്ലെങ്കിൽ എച്ച് ബൈ പി ആണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ ഓഫ് മാസ് 0.1 kilogram moving with a velocity of 10 meter per second. Okay, what will be the wavelength? ലാംഡ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മാസ് തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ട് 0.1 kilogram ആണ്. പിന്നെന്താ തന്നെ? വെലോസിറ്റി തന്നിട്ടുണ്ട് 10 meter per second ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കറിയാലോ, ലാംഡ കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താ നമ്മൾ യൂസ് ചെയ്യുക? എച്ച് ബൈ എം വി. ഡൗട്ടില്ലല്ലോ. മൊമെന്റ് തന്നാൽ ക്വസ്റ്റ്യനിൽ മൊമെന്റ് തന്നെന്നുണ്ടെങ്കിൽ എച്ച് ബൈ പി ഡയറക്ട്ലി. ഇവിടെ മാസും വെലോസിറ്റിയും തന്നതുകൊണ്ട് എച്ച് ബൈ എം വി. വാല്യൂസ് പുട്ട് ചെയ്തേ. എച്ചിന്റെ വാല്യൂ എന്താ വരിക? 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ തന്നിരിക്കുന്നത്? 0.1. അടുത്തത് എന്താണ്? വി. വെലോസിറ്റി എത്രയാ തന്നിരിക്കുന്നത്? 10. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 0.1 ഇൻറ്റു 10 1 തന്നെ വന്നിട്ട് നമുക്ക് വാല്യൂ എന്ത് വരും? 6.626 ഇൻറ്റു 10⁻⁻34 എന്ന് കിട്ടും. ഡൗട്ട് ഇല്ലല്ലോ. കാൽക്കുലേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡി ബ്രോഗ്ലിന്റെ ഇക്വേഷൻ ആണ് ഇത് കേട്ടോ. ലാംഡ എച്ച് ബൈ എം വി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The mass of an electron is 9.1 into 10⁻⁻31 kilogram. Its kinetic energy is 3 into 10⁻⁻25. Calculate its wavelength. Wavelength കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മാസും തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജിയും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ എന്താ പഠിച്ചത്? ഹാഫ് എം വി സ്ക്വയർ. നമുക്കറിയാലോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. അതൊന്ന് വിന്റെ ടേംസിലേക്ക് ഞാൻ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താന്ന് കരുതുക. അപ്പൊ ഈ ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് എന്ത് എഴുതാം? 2 ടൈംസ് കൈനറ്റിക് എനർജി അല്ലെ, ഈക്വൽ ടു എം വി സ്ക്വയർ. അപ്പോ എം ഇങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ എന്ത് വരും? ഡിവൈഡഡ് ബൈ എം ഈക്വൽ ടു എന്തെന്ന് പറയാ? വി സ്ക്വയർ എന്ന് പറയാ അല്ലെ. 2 ടൈംസ് കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ എം വെച്ച വി സ്ക്വയർ. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണെങ്കിൽ ഞാൻ ഇതിന്റെ എന്ത് എടുക്കണം? റൂട്ട് എടുക്കണം. അതായത് ഇങ്ങനെ വരുമല്ലോ ഇക്വേഷൻ. ക്ലിയർ? ജസ്റ്റ് ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തതാണ് ഇൻ ദ ടേംസ് ഓഫ് വി ട്ടോ. ഇനി വാല്യൂസ് പുട്ട് ചെയ്യാം അല്ലെ. 2 പറയുമ്പോ കോൺസ്റ്റന്റ് കൊടുത്തു. കൈനറ്റിക് എനർജി വാല്യൂ തന്നിട്ടുണ്ടല്ലോ, 3 into 10⁻⁻25 ഡിവൈഡഡ് ബൈ എം. മാസ് എത്ര തന്നിരിക്കുന്നത്? 9.1 into 10⁻⁻31. ഓക്കെ, ഇനി അതിന്റെ എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. 2 കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ എം ചെയ്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂ എന്ത് കിട്ടും? 812 എന്ന് കിട്ടും കേട്ടോ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ് അല്ലെ. വേവ് ലെങ്ത് കാണാൻ ഇനി എന്താ ചെയ്യാൻ പറ്റുക? ലാംഡ കാണാനുള്ള ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? എച്ച് ബൈ എം വി. എച്ചിന്റെ വാല്യൂ കൊടുത്തോളൂ. 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ വരിക? 9.1 ഇൻറ്റു 10⁻⁻31. വെലോസിറ്റി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. വെലോസിറ്റി എത്രയാന്ന്? 812. അപ്പൊ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. നോക്കിക്കേ, ആദ്യം തന്നെ കൈനറ്റിക് എനർജി തന്നു. കൈനറ്റിക് എനർജിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെലോസിറ്റി കണ്ടെത്തി.
വെലോസിറ്റി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 2 times കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ എമ്മിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വി കിട്ടും. വി കിട്ടിക്കഴിഞ്ഞാൽ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. h/mv യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേവ് ലെങ്ത് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ ഫോട്ടോൺ വിത്ത് വേവ് ലെങ്ത് 3.6 ആങ്സ്ട്രം. നേരത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ, വേവ് ലെങ്ത്തിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ആങ്സ്ട്രത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക്. ആങ്സ്ട്രത്തിൽ മാത്രമല്ല, നാനോമീറ്ററിൽ തന്നാൽ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്തായിരുന്നു കൺവേർഷൻ പറഞ്ഞത്? നാനോമീറ്ററിൽ തന്നിട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10⁻⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരെ തിരിച്ച് ആങ്സ്ട്രത്തിൽ തന്നിട്ട് മീറ്ററിലേക്കാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10⁻⁻10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഒരു വാല്യൂവിന് ഞാൻ മീറ്ററിൽ എഴുതുമ്പോൾ എന്ത് എഴുതണം? 3.6 × 10⁻⁻10 മീറ്റർ. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാസ് ആണ് കാണേണ്ടത്. അപ്പൊ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ ലാംഡ = h/mv അല്ലേ? ഇതില് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ആണെങ്കിൽ ഞാൻ ഈ ടേംസിന് എന്ത് ചെയ്താൽ മതി? ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ പോരെ? ഓക്കെ, അപ്പൊ m = h/λv എന്ന് കിട്ടുമല്ലോ ഇക്വേഷൻ. ക്ലിയർ? ഓക്കെ, ഇനി വാല്യൂസ് പുട്ട് ചെയ്യുക. എച്ചിന്റെ വാല്യൂ എന്താ വരിക? 6.626 × 10⁻⁻34 എന്ന് വരും. ഡിവൈഡഡ് ബൈ ലാംഡ, വേവ് ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 3.6 × 10⁻10. 3.6 × 10⁻10. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്? വി, വെലോസിറ്റി ആണ് കൊടുക്കേണ്ടത്. തന്നിട്ടുണ്ട് ഫോട്ടോണിന്റെ ആണ്. ഫോട്ടോണിന്റെ വെലോസിറ്റി സീന്റെ വാല്യൂ എന്താ വരിക? 3 × 10⁸ കേട്ടോ. ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ, കോൺസ്റ്റന്റ് ആയിരിക്കും ഫോട്ടോണിന്റെ വെലോസിറ്റി എന്നുള്ളത്. അപ്പോ ആ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 6.135 × 10⁻⁻29 ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? മാസ് കിട്ടുക. കാൽക്കുലേഷൻ ഒന്നും കൂടെ പറയാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? അവർ തന്നിരിക്കുന്ന വേവ് ലെങ്തിനെ, ആങ്സ്ട്രത്തിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10⁻⁻10. നാനോമീറ്ററിലാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നേന്നുണ്ടെങ്കിൽ 10⁻⁻9 ചെയ്യണം കേട്ടോ. കൺവേർഷൻ ആങ്സ്ട്രത്തിലോ നാനോമീറ്ററിലോ ഒക്കെ തന്നെയാണ് അധികവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ = h/mv. റീഅറേഞ്ച് ചെയ്ത് മാസിന്റെ ടേമിൽ എഴുതുന്നു. എച്ചിന്റെ വാല്യൂ കൊടുക്കുക, വേവ് ലെങ്ത് കൊടുക്കുക, വെലോസിറ്റി കൊടുക്കുക. ഫോട്ടോൺ ആണെങ്കിൽ അവര് വേറെ ഒന്നും പറയില്ല കേട്ടോ. ഫോട്ടോൺ ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക 3 × 10⁸ ആണ് വെലോസിറ്റി വരിക. ഓക്കെ, അപ്പോ നമ്മള് കോൺട്രിബ്യൂഷൻസ്, 2 മേജർ കോൺട്രിബ്യൂഷൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ഡ്യുവൽ ബിഹേവിയർ അല്ലെ? നമുക്കൊന്നും കൂടെ ഞാൻ ആ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, 2 മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷനിൽ ഒന്നാമത്തെ ആയിരുന്നു ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഡി ബ്രോഗ്ലിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. രണ്ടാമത് പറയുന്ന മേജർ കോൺട്രിബ്യൂഷൻ ആണ് എന്ത്? ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ ഇനി ഇതിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ. അപ്പോ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. It states that it is impossible to determine simultaneously the exact position and exact momentum of an electron. അപ്പോ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസ് ലൈക്ക് ഇങ്ങനെ മൂവിങ് പാർട്ടിക്കിൾ ആണല്ലോ ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്നത്. അപ്പോ നമുക്ക് എക്സാക്ട് ആയിട്ട് അതിന്റെ വെലോസിറ്റി മൊമെന്റം എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ? അതിൽ മാസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോ വെലോസിറ്റിയും മൊമെന്റും ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി ആണ് ചേഞ്ച് ചെയ്യുക, അതിനനുസരിച്ചാണ് മൊമെന്റം ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ കേസിൽ അവരുടെ എക്സാക്ട് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി കിട്ടാത്തത് കൊണ്ട് എക്സാക്ട് മൊമെന്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ എക്സാക്ട് പൊസിഷനും എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം. It states that it is impossible to determine simultaneously
the exact position and exact momentum. Momentum എന്ന് പറയുമ്പോൾ അവിടെ മാസ് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ. അപ്പൊ ഇതിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ പറയാം, ഡെൽറ്റ എക്സ് അതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, പൊസിഷനിൽ വരുന്ന ചേഞ്ച് കേട്ടോ, പൊസിഷനിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് ഡെൽറ്റ പി, ഇതാണ് അവിടെ എന്തിനെ കൊടുക്കുന്നത്, മൊമെന്റത്തിനെ കാണിക്കുന്നത്, ചേഞ്ച് ഇൻ മൊമെന്റം കാണിക്കുന്നതാണ് എന്ത്, ഡെൽറ്റ പി. അത് ഈ പൊസിഷൻ എക്സിലായതുകൊണ്ടാണ് അവിടെ എന്ത് കൊടുത്തത്, പി കഴിഞ്ഞിട്ട് ഒരു എക്സ് കാണുന്നത് കേട്ടോ. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിന്റെ എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞ ടേമിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഡെൽറ്റ പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെന്റത്തിന് എന്ത് കൊടുക്കാം, എം വി, ആ വെലോസിറ്റി ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. എം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എം ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഡെൽറ്റ ആർക്കാണ് എന്ന് ആലോചിക്കാം, വെലോസിറ്റിക്കാണ് ആ ചേഞ്ച് എന്ന് ആലോചിക്കാം. അപ്പോ എം എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എമ്മിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്, h/4π ഒക്കെ എന്താ കോൺസ്റ്റന്റ്സുകൾ അല്ലേ, അതുപോലെ ആ സൈഡിലേക്ക് ഞാൻ ആരെ മൂവ് ചെയ്തു, എമ്മിനെ മൂവ് ചെയ്തു. ഇപ്പൊ എന്റെ കയ്യിൽ ആരാ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുക, ഡെൽറ്റ എക്സ്, അതായത് പൊസിഷനിൽ വരുന്ന അൺസർട്ടനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റിയിൽ വരുന്ന അൺസർട്ടനിറ്റി ഉണ്ട്. ആ ഡെൽറ്റ പി എക്സിനെ ഡെൽറ്റ എം വി എക്സ് എന്ന് എഴുതി, എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തതാണ്. ലൈക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, 4 പൈ ഒക്കെ പോലെ കോൺസ്റ്റന്റ് ആയിരിക്കും, മാസ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നതിന്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച്. അതുകൊണ്ടാണ് എമ്മിനെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയത്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എക്സ് ഗ്രേറ്റർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π m. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിന്റെ ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പറയേണ്ടത്, എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പറയേണ്ടത്. കാൽക്കുലേഷൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എഴുതുന്നത്, ഇത് ഈക്വൽ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് ചെയ്യാറ്. നമുക്ക് കാൽക്കുലേഷൻസ് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വന്നിരിക്കുന്നത്. A microscope using suitable photon is employed to locate an electron in an atom within a distance of 0.1 angstrom. What is the uncertainty involved in the measurement of its velocity? വെലോസിറ്റിയിൽ വരുന്ന അൺസർട്ടനിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഡെൽറ്റ വി എക്സ് എന്ന് പറഞ്ഞ ടേം എന്താന്നാണ് എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇക്വേഷൻ നോക്കിയേ, ഇക്വേഷൻ ഇങ്ങനെയല്ലായിരുന്നോ, എക്സ്പ്രഷൻ എന്താ വരിക, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു h/4π m അല്ലെ, മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ വി ആണ് അല്ലെ, ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഡെൽറ്റ എക്സിന്റെ ടേമും കൂടെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോ h/4π എമ്മിന്റെ കൂടെ ആരും കൂടെ വന്നിട്ടുണ്ട്, ഇപ്പോ ഡെൽറ്റ എക്സും കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടുക കേട്ടോ, ഡെൽറ്റ വിന്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? നമുക്ക് വാല്യൂസ് പുട്ട് ചെയ്ത് നോക്കാം. എച്ച് എന്ന് പറയുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 ഇൻറ്റു 10⁻⁻34 എന്ന് വാല്യൂ വരും. ഡിവൈഡഡ് ബൈ 4 കൊടുക്കുക, പൈന്റെ വാല്യൂ 3.14 കൊടുത്തു. എം മാസ് എത്രയാണോ തന്നിരിക്കുന്നത്, ഓക്കെ, ഫോട്ടോന്റെ ഈ ഒരു കേസ് അത് ഇലക്ട്രോണിന്റെ തന്നിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് വാല്യൂ അറിയണം കേട്ടോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലല്ലോ വാല്യൂ, ഈ വാല്യൂ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. 9.1 ഇൻറ്റു 10⁻⁻31 മാസ് കേട്ടോ. ഇനി ഡെൽറ്റ എക്സ് പൊസിഷനിൽ വന്നിരിക്കുന്ന അൺസർട്ടനിറ്റിയും കൂടെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. പൊസിഷനിൽ വന്നിരിക്കുന്ന എത്രയാണ്, 0.1 ആങ്സ്ട്രം ആണ്. 0.1 ആങ്സ്ട്രത്തിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, 0.1 ഇൻറ്റു
10⁻⁻10. ആങ്സ്ട്രത്തിലാണ് വാല്യൂ വന്നതെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇൻറ്റു 10⁻10 എന്ന് കൊടുത്തത്. ക്ലിയർ അല്ലേ? 0.1 ഇൻറ്റു 10⁻10. അപ്പോ ഇക്വേഷൻ നോക്കുക, ഡെൽറ്റ വി ഈക്വൽ ടു h/4πm ഡെൽറ്റ എക്സ് ആണ്. എച്ചിന്റെ വാല്യൂ വന്നിരിക്കുന്നത് എന്താണ്? 6.626 ഇൻറ്റു 10⁻34. 4 കൊടുത്തിട്ടുണ്ട്. പൈന്റെ വാല്യൂ 3.14 കൊടുത്തു. മാസ് എത്രയാണ്? 9.1 ഇൻറ്റു 10⁻31. ആ വാല്യൂ പഠിച്ചു വെക്കുക, കാരണം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇലക്ട്രോണിന്റെ കേസ് ആയതുകൊണ്ട്. ഡെൽറ്റ എക്സ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.1 ആങ്സ്ട്രം. ആങ്സ്ട്രത്തിനെ മീറ്ററിലേക്ക് മാറ്റിയതിനാണ് നമ്മൾ എന്ത് കൊടുത്തത്? 10⁻10 എന്ന് വാല്യൂ കൊടുത്തത് കേട്ടോ. ആങ്സ്ട്രത്തിൽ തന്നതിന്റെ കൺവേർട്ട് ചെയ്ത്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വാല്യൂ വരും? 0.579 ഇൻറ്റു 10⁻7 അല്ലെങ്കിൽ 5.79 ഇൻറ്റു 10⁻6 വാട്ടവർ. ഇതായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഫൈനൽ ആൻസർ കിട്ടുക, ഡെൽറ്റ വിന്റെ വാല്യൂ കിട്ടുക. ക്ലിയർ ആണോ? ഒന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A golf ball has a mass of 40 gram and a speed of 45 meters per second. If the speed can be measured with an accuracy of 2%, calculate the uncertainty in the position. അതായത് ഡെൽറ്റ എക്സ് ആണ് എന്ത് ചെയ്തത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ശ്രദ്ധിച്ചേ, മാസ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 40 gram ആണ് തന്നിട്ടുണ്ട്. മാസ് 40 gram ആണ് തന്നിട്ടുണ്ട്. 40 ഗ്രാമിനെ എനിക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. 40 gram ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻³ ചെയ്താൽ എനിക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്. അടുത്ത് വെലോസിറ്റി. വെലോസിറ്റി പറയുമ്പോൾ അവർ എന്ത് തന്നിട്ടുണ്ട്? 45 meter/second ആണ്. പക്ഷെ അതിന്റെ എന്താണ്? 2% ആയിട്ടാണ് അല്ലെ? അപ്പൊ 45 ഇൻറ്റു 2/100 ചെയ്യാം നമ്മള്. ഓക്കെ, വൺ ബൈ 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.9 കിട്ടും. ഡൗട്ട് ഇല്ലല്ലോ? 45 100 5 കൊണ്ട് കട്ട് ചെയ്താൽ 920 വരും. 2/20 1/10 ആക്കുക, 9/10 0.9. 0.9 meter/second എന്ന് കിട്ടും. അതാണ് എന്തിന്റെ വാല്യൂ? വെലോസിറ്റിയിൽ വരുന്നത്. ഡെൽറ്റ വി അതാണ് വന്നിരിക്കുന്നത്. മാസ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പോ എം തന്നിട്ടുണ്ട്. ഡെൽറ്റ വിന്റെ വാല്യൂ 0.9 എന്നും കിട്ടി. അടുത്ത് നോക്കിക്കേ, ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റ എക്സ് പൊസിഷനിൽ വന്നിരിക്കുന്നതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരിക? h/4πm ഡെൽറ്റ വി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന ഇൻറ്റു ഡെൽറ്റ വി. ക്ലിയർ അല്ലേ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ വാല്യൂസ്. ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് വെച്ച് എത്ര വാല്യൂ? 6.626 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ 4π 4 ഇൻറ്റു 3.14. പൈന്റെ വാല്യൂ കൊടുത്തു. എം മാസ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടല്ലോ, 40 gram ആയിരുന്നു. നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? 40 ഇൻറ്റു 10⁻³ ചെയ്തു അല്ലേ? ആൻഡ് എം കഴിഞ്ഞാൽ ഇനി എന്താ കൊടുക്കേണ്ടത്? ഡെൽറ്റ വി. ഡെൽറ്റ വിന്റെ വാല്യൂ അല്ലേ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയേ? കാൽക്കുലേഷൻ ചെയ്തിട്ട് ഡെൽറ്റ വി എന്താണ്? 45ന്റെ 2% ചെയ്തിട്ട് എന്ത് കിട്ടി? 0.9 കിട്ടി. ഓക്കെ, ഞാൻ ഒന്നും കൂടെ വാല്യൂസ് പുട്ട് ചെയ്ത് പറയാം. ഡെൽറ്റ എക്സ് ആണ് പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എച്ചിന്റെ വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ പുട്ട് ചെയ്തു. 4π4 പൈന്റെ വാല്യൂ 3.14 പുട്ട് ചെയ്തു. മാസ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു 40 gram ആണെന്ന്. അതിനെ എനിക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഇൻറ്റു 10⁻³ കൂടെ കൊടുത്തു. ഡെൽറ്റ വി പറയുന്നത് 45ന്റെ 2% നോക്കിയിട്ട് 0.9 കണ്ടെത്തി. ഈ ഒരു കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
1.46 into 10⁻³ മീറ്റർ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? അൺസർട്ടനിറ്റി ഇൻ ദ പൊസിഷൻ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക. ക്ലിയർ ആണോ? അപ്പോ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്ററിന്റെ കാര്യം. അതിൽ ഡി ബ്രോഗ്ലിന്റെ ഇക്വേഷൻസ് പഠിച്ചു. പിന്നെന്താണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചു. അതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്തത്. അടുത്ത ടോപ്പിക് തൊട്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.